പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കറി എന്ന് പറയുന്നത് വെരി ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് എക്സ്ട്രാ ഫ്ലേവേഴ്സോ എക്സ്ട്രാ എന്താ പറയുക ഒന്നും ചേർക്കത്തില്ല. വെരി ഓത്തൻറ്റിക്. അപ്പോൾ ശരിക്കും അതൊരു പക്ക, ഇതിനകത്ത് എക്സ്ട്രാ ഫ്ലേവേഴ്സ് അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കാര്യവും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇട്ടേച്ച് ഉള്ള കളി കളിക്കുകയല്ല. നമുക്ക് അറിയണമല്ലോ ഒരു നല്ലൊരു ചിക്കൻ കറിയും കൂടെ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള അറിയണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രേവിയുടെ കണ്ടീഷൻസ് പറയുവാണെങ്കിൽ അത് ഇറ്റ്സ് അപ് ടു യു, വെദർ യു വോണ്ട് ഡ്രൈ ഓർ എന്താ പറയുക ഗ്രേവി പോലെ ആണെങ്കിൽ അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ വീട്ടമ്മമാരുണ്ടാക്കുകയാണെങ്കിലും അതല്ല വീട്ടിൽ ആര് പാചകം ചെയ്യുന്നവരാണെങ്കിലും അത് അവരുടെ കയ്യിലാണ്. ഹൗ മച്ച് ഗ്രേവി ദേ വാണ്ട്, അത് ഡിപ്പെൻസ്. ഇനിയിപ്പോൾ ഇതിനുള്ള സാധനങ്ങൾ എന്നാക്കിയാണ് വേണ്ടിയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എനി ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഏതായാലും. നെക്സ്റ്റ് കുറച്ച് സവാള, ഇച്ചിരി ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചിക്കൻ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ടൊമാറ്റോ, പച്ചമുളക്, മല്ലിയില, ഇച്ചിരി നാരങ്ങ നീര്, പിന്നെ ഇച്ചിരി ഉപ്പ്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് എണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് കാര്യം അത് പറയാൻ കാര്യം നമ്മൾ കേരളക്കാർ ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണയിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ കൂടിപ്പോയാൽ നമ്മൾ വല്ല പൂരിക്കോ അങ്ങനെ എന്തെങ്കിലുത്തിലോ ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇവിടെ ഞാനിപ്പം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഇതിനകത്തോട്ട് 1 കിലോ ചിക്കൻ ആന്നേൽ ഒരു 1.5 സ്പൂൺ ഇഞ്ചി, ടീസ്പൂൺ ആന്നേ 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം വെളുത്തുള്ളി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി സവാള, ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. പെട്ടെന്ന് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുവാണേ. ഒത്തിരി നല്ലതായിട്ട് അങ്ങ് മൂക്കാനല്ല പറയുന്നത്. കാര്യം നമ്മൾ ഓരോ സാധനവും ഈ പറഞ്ഞ പോലെ തന്നെ മൂപ്പിച്ച് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ പൊടിയെല്ലാം ആദ്യം ഇട്ടേച്ച് അങ്ങനത്തെ കൂടെ കളിയല്ല ഈ കളിക്കുന്നത്. ഓരോ സാധനം ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത് ഇത്രയും നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നെക്സ്റ്റ് ചേർക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെതായ വേവ് വന്നേ ഒക്കത്തുള്ളൂ. ഉള്ളി ഒരു ഇച്ചിരി ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ചിക്കൻ ഇടണം. ചിക്കൻ ഇട്ടേച്ച് ഇതിനകത്ത് ആ ചിക്കൻ കംപ്ലീറ്റ്ലി ആ ഒരു വെള്ളമൊക്കെ വറ്റിയേച്ച് ഒരു വൈറ്റ് കളർ ആവുകയല്ലേ, അതുവരെ ഇത് അതിനകത്തൊന്ന് കിടന്ന് വഴറ്റിയെടുക്കണം. ശരിക്കും ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ ചിക്കൻ നമ്മൾ ആദ്യമേ ഇടണം എന്നാണ് പറയുന്നത്. കാര്യം നമ്മൾ ഇടുന്ന സ്പൈസസും എല്ലാം ആ ചിക്കനേലൊന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ആ പൊടി ഇടുമ്പോഴും ഉള്ളി ഇടുമ്പോഴും സവാള ഇടുമ്പോഴും എല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇടുമ്പോഴത്തേക്കും ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വഴറ്റി ആ ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പൈസസ് അതിനകത്ത് ഇൻഫ്യൂസ് ആവും. അപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. എല്ലാ ചിക്കനും ഇതേപോലെ ഇപ്പോൾ ഇടയിൽ ചിക്കൻ എല്ലാം വൈറ്റ് ആയിട്ടുണ്ട്. അതേ കൂട്ട് എല്ലാ ചിക്കനും അങ്ങനെ വൈറ്റ് ആവണം. ഈ ചിക്കൻ വൈറ്റ് ആകുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ഈ പറഞ്ഞ പോലെ വേവത്തൊന്നുമില്ല. പക്ഷേ ആ ഒരു പച്ച എന്ന് പറഞ്ഞാൽ പച്ച എന്താ പറയുക
റോ ആയിട്ടുള്ളത് ഒന്ന് ഒരു ആവി കയറുമ്പോഴാണ് അതൊരു വൈറ്റായി മാറുന്നത്. അതേ വരെ ചെയ്തേച്ചാൽ മതി. അതിനുള്ളിൽ ഇതിനകത്ത് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കരുത്. നമ്മൾ ഫസ്റ്റ് ചേർത്തേക്കുന്ന ആ ഉള്ളി മുപ്പിക്കാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടില്ലേ, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തോട്ട്. ഇനി ഇതിനകത്തോട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ചിക്കൻ എല്ലാം വൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനിയാണു അതിനകത്ത് പൊടി ചേർക്കേണ്ടത്. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ എടുത്തേക്കുന്നത്. ഇത് ബോൺലെസ് ആക്കണം എന്നൊന്നുമില്ല. നമ്മൾ സാധാ കോഴി മേടിക്കുമ്പോൾ എല്ലോടുകൂടിയല്ലേ മേടിക്കാറ്. അന്നേരം അത് ചെയ്തേച്ചാലും മതി. നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി. അന്നേശം നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടി എല്ലാം നമ്മുടെ ചിക്കനകത്തോട്ട് ഫുൾ പെരളണം. അത് അതിനകത്ത് ഈ വൈറ്റ് കളറായിട്ടുള്ള ചിക്കൻ കംപ്ലീറ്റ് നമ്മൾ ചേർത്തേക്കുന്ന പൊടിയുടെ കളർ ആവണം. അതുവരെ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം വാട്ട് എവർ കൺവീനിയൻറ്റ് അത് ആ ഫ്ലെയിമെ വെച്ചേച്ച് കംപ്ലീറ്റ് അതിനകത്തോട്ടൊന്ന് എന്താ പറയുക പെരട്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം ചേർത്തേക്കുന്ന ആ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളിതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടുപ്പേലിട്ടേച്ച് എവിടെയും പോയേക്കരുത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് പെരണ്ട് കഴിയുമ്പോൾ മാത്രമേ മാറാവുള്ളൂ. നോക്കൂ, ആ ചിക്കനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ സൈഡിൽ കംപ്ലീറ്റ് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർത്ത പൊടിയെല്ലാം മുരിഞ്ഞ് അത് വെന്തും വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫസ്റ്റ് ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ഇനി ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി ടൊമാറ്റോ. ഒരു കുഞ്ഞു ടൊമാറ്റോ ആണെങ്കിൽ ഒരു 2 എണ്ണം. ഈ മുളക് പൊടിയുടെ എരിവ് പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് 2-3 പച്ചമുളക് ഇടാം. പച്ചമുളക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ ഒരു പേരിനെ ഇട്ടിട്ടുള്ളൂ. ടൊമാറ്റോ ഇട്ടേക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ചേച്ചാൽ മതി, അല്ലെങ്കിൽ പുളി കൂടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പ്, ഇതിനെ നല്ലതായിട്ട് ഇളക്കുക. ഇപ്പം ചേർത്തേക്കുന്ന എല്ലാം ടൊമാറ്റോ എല്ലായിടത്തും ആവണം. ഇത് നെക്സ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി ഇതിന് ടൈം കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ടൊമാറ്റോ ശരിക്കും എന്നാ പറയുക, നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉടഞ്ഞിങ്ങനെ വരികയല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ടൊമാറ്റോ ഉടഞ്ഞു വരുന്നിടം വരെ നമ്മളിങ്ങനെ അതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ ഇരുമ്പും ചട്ടി ചെയ്യുവാന്നേലുണ്ടല്ലോ ഇതെല്ലാം പെട്ടെന്നാവുക. പക്ഷേ തീ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അത് ഒരു വശം. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് സ്പീഡപ്പ് ആവാൻ വേണ്ടിയും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സേഫ് ഇതേപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുമ്പും ചട്ടിയെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ ടൊമാറ്റോയും കൂടി ഇതിനകത്ത് അങ്ങ് ചേരുവല്ലേ. അപ്പോൾ നോക്കിയാൽ ആദ്യം മുതലേ ഞാൻ അങ്ങ് ഇറച്ചി ഇട്ടു. അപ്പോൾ ഈ കംപ്ലീറ്റ് മസാലാസ് കംപ്ലീറ്റ് നമ്മുടെ ഇറച്ചിക്കകത്തോട്ട് പിടിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ ഇറച്ചി നല്ലതായിട്ടൊന്ന് വേവുകയും ചെയ്യും. ഇപ്പോൾ ടൊമാറ്റോ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഉടഞ്ഞ് പോവുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പരുവ് എന്നാന്നോ, ആ ടൊമാറ്റോ പിന്നെ കാണാനൊക്കെയല്ലേ, ആ കാണണ്ട അങ്ങനത്തെ കംപ്ലീറ്റ്ലി ആവണം. അതിനോട് അങ്ങ് ലയിച്ച് അലിഞ്ഞങ്ങ് കയറണം. ഇപ്പം ഇതുവരെ നമ്മൾ ലീവ്സിൻ്റെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇച്ചിരി മല്ലിയില ഇടുക. അപ്പോൾ ആ ഒരു മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് വരും. മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ശരിക്കും ഇതിനകത്തുണ്ടല്ലോ ആ കംപ്ലീറ്റ്ലി ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ചേച്ചാണ് ഈ ചിക്കൻ കംപ്ലീറ്റ് വേവുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ഒഴിച്ചിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിയാതെ ഈ കറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ടൊമാറ്റോ നല്ലോണം അതിനകത്ത് ചേർന്നതിന് ശേഷം വേണം
നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ. ഈ ടൊമാറ്റോ ഇതിനകത്ത് ഇങ്ങനെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെയും നമ്മൾ ആ നേരത്തെ ചേർത്തേക്കുന്ന ആ പൊടി കംപ്ലീറ്റ് ആയിട്ട് പിന്നെയും മൂക്കുക, ചിക്കൻ പിന്നെയും വേവുക. അന്നേരം ആ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരിക. നമ്മൾ ആദ്യം ചേർത്ത ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് എല്ലാം ഉണ്ടല്ലോ പിന്നെയും അതിനകത്ത് കിടന്ന് വേവുക. ചിക്കൻ്റെ സ്റ്റോക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെ കംപ്ലീറ്റ് ആ ഇറച്ചിയിലും നമ്മൾ ചേർത്ത മസാലയിലും എല്ലാം പിടിക്കുക. ആ നമ്മൾ ഇടയ്ക്ക് എന്നാ പറയുന്നത്, ആ പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുകയല്ലേ അതിൻ്റെ എണ്ണയൊക്കെ തെളിയാൻ. പക്ഷേ ഇതിനകത്ത് എണ്ണ തെളിയുന്നത് ആ ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ വെള്ളം വരുമ്പോഴാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് ഇനിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഒരു സെമി ഗ്രേവി ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ഒരു ചപ്പാത്തിക്കൊക്കെ സെമി ഗ്രേവി ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതല്ല ഈ കളർ അല്ല കുറച്ചുകൂടെ ബ്രൗൺ ആക്കണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, ഈ സെയിം സാധനം നല്ലോണം ഒന്ന് മൂപ്പിച്ച് നല്ല നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു കളർ എത്തുമ്പോൾ കരിയാനല്ല. നമുക്കറിയാമല്ലോ ചിക്കൻ കറിക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് ടേസ്റ്റ് കൂടുക എന്ന് പറയും. ഈ കളറിൽ കൊടുക്കുവാണെങ്കിൽ പറയുമ്പോൾ ഇത് മുളക് പൊടി ഒന്നും ആയിട്ടില്ല, അതിനൊന്നും ആയില്ല, ഇതാന്നൊക്കെ പറഞ്ഞ് ചെനയിലൊക്കെ പറയും. അപ്പോൾ അതിലും ഭേദം ഏത് കളറാണ് വേണ്ടതെന്ന് നോക്കി വെച്ചാൽ നമ്മൾ അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ചിക്കൻ കറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൗൺ ആയ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ആ ഡാർക്ക് ചിക്കൻ കറി വരണം എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് ആ മുരിഞ്ഞ് വരത്തില്ലേ, മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കാക്കിയുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 5 minutes to 10 minutes ആ വെള്ളത്തിൻ്റെ ഒരു എന്നാ പറയുക ചിക്കനായിട്ടൊന്ന് ചേരണം, ആ മസാല ആയിട്ടൊന്ന് ചേരണം. ആ ഒരു സമയം കൊടുത്തേച്ച് വളരെ സിമ്മയിലാണ് വെക്കണ്ടേ, എന്ന് വെച്ചാൽ വിട്ടു കൊടുത്താൽ മതി. ആ ഗ്രേവി നമുക്ക് എത്ര അളവാണ് വേണ്ടതെന്ന് വെച്ചാൽ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ഇത് ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇച്ചിരി ഒന്ന് മുരിച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്രേവി നല്ലോണം ബ്രൗൺ ആക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളൊരു ഗ്രേവി ഇല്ലേ അതാക്കുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്യണം. ഞാൻ ഇതിനകത്ത് ചപ്പാത്തിയും ആ ചിക്കൻ ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഡ്രൈ ആക്കണ്ട എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ആക്കണ്ട. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു രീതി വരാൻ വേണ്ടി ഇച്ചിരി ഡ്രൈ ആക്കിയെന്നേ ഉള്ളൂ.